സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1ന്റെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/26 ആണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ലോഹങ്ങളുടെ രാജാവ്? സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ബംഗളൂരു. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? EP രാജഗോപാൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡ്. 16ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ്? ഒഡീഷ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? മിസോറം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്, പീർ പാഞ്ചൽ പാത. ഇന്ത്യയിലെ വാതോർജ നിലയം? ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം? രാക്കാസ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത? ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ദിഗ്ബോയ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ദാൽ. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്? അമാൻ സേതു. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ധാർവാർ ശിലകൾ. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 1, 2 എന്നിവ. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകൻ, ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു എന്നിവ ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെട്ടത്? അരുണ ആസഫ് അലി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 1, 3 എന്നിവ തെറ്റാണ്. 1, 3. വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? ക്യാപ്റ്റൻ ലക്ഷ്മി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിദ്വായ്.
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത്? ഓപ്ഷൻ ഡി 2, 3 എന്നിവ. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കൽ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കൽ. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് 1, 2 എന്നിവ. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? സി രാജഗോപാലാചാരി. ചൂഷണത്തിൽ നിന്ന് മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് 2, 4 എന്നിവ. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലനം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി 1, 2, 3, 4. 4 പ്രസ്താവനകളും ശരിയാണ്. ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ ബി മൗലിക കർത്തവ്യങ്ങൾ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ആലുവയിലാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സിറ്റി ഫോർ ഡെമോക്രസി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 3, 4 എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. 1, 2 ശരി. രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നു എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4. തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? തട്ടേക്കാട് എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 5 വണ്ണം എന്നാൽ എന്ത്? വാണിജ്യ സംഘം. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിക്കുന്നത് ഇവരിൽ ആരെ? JC ഡാനിയൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിക്കുന്ന ചുരം പാലക്കാട്. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആര്? അയ്യങ്കാളി. ആഴമേറും നിന്മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം, വാഴണം നിത്യം വാഴണം, വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ജോഡി.
ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 2, 4 എന്നിവ തെറ്റാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ 4-മത്തെയും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1-മത്തെ പ്രസ്താവന ശരിയാണ്. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവ മനുഷ്യൻ എന്ന പ്രസിദ്ധ വാക്യമുയർത്തി എന്നിവ ശരിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. സംഘടിതം ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായിട്ട് മാറിയതാരാണ്? ഡിലനോയി ആണ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1-3. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2 എന്നിവ. 1, 2. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം. ഓപ്ഷൻ ബി ആണ് 2, 4, 3, 1. കുണ്ടറ വിളംബരം, കുറിച്യ കലാപം, പൂക്കോട്ടൂർ കലാപം, മൊറാഴ സമരം. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മെലാട്ടോണിൻ. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ക്ഷയത്തിൻ്റെ ചികിത്സാ രീതിയാണ്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാണ രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? പയറിൻ്റെ സങ്കരയിനമാണ്. വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. എ ശരിയാണ്, 6 തെറ്റാണ്. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട് എന്നത് ശരി. 6 പറഞ്ഞിരിക്കുന്നത് തെറ്റ്. ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ശരിയാണ്. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ടാണ്. 746. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം റേഡിയം. ഉത്കൃഷ്ടവാതകങ്ങളല്ലാത്ത മൂലകം സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയുള്ള ശബ്ദമാണ് മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ബി 2000 ഹെർട്സ്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ?
സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. 83 ഓപ്ഷൻ ബി. 84ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. 85 ഓപ്ഷൻ സി. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ സി. 88 ഓപ്ഷൻ ബി. 89ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 91 ഓപ്ഷൻ ബി. 92 ഓപ്ഷൻ ഡി. 93 ഓപ്ഷൻ ബി. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 95 ഓപ്ഷൻ സി ആണ്. 96 ഓപ്ഷൻ ബി ആണ്. 97ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 98ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 99 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 100ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഉത്തരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്